നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് 22/3/2026 റബ്ബർ വിലകൾ എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് കൃത്യമായ വില കൃത്യസമയത്ത് തന്നെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഒരാൾ കമൻറ്റിലൂടെ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അദ്ദേഹം നമ്മളോട് ചോദിച്ചത് റബ്ബറിൻ്റെ ഇടകൃഷിയായിട്ട് എന്തൊക്കെ കൃഷി ചെയ്യാമെന്നാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ വീഡിയോ ചെയ്തത്. അപ്പോൾ പല ഭാഗത്തുനിന്നും പല വിമർശനങ്ങളാണ് വന്നിരിക്കുന്നത്. ചിലർ കമൻറ്റിലൂടെ പറഞ്ഞിരിക്കുന്നത് റബ്ബറിൻ്റെ ഇടയിൽ എന്ത് കൃഷി ചെയ്താലും പിടിക്കില്ല എന്നാണ്. പക്ഷേ പിടിക്കും. ചേമ്പ് നട്ടാൽ പിടിക്കും, കാപ്പി നട്ടാൽ പിടിക്കും. ഇപ്പോഴും പല തോട്ടങ്ങളിലും കാപ്പി കൃഷി ചെയ്ത് നല്ല വിളവെടുക്കുന്നവരുണ്ട്. വേറൊരാൾ കമൻറ്റിലൂടെ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ഇനി മേലാൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യരുത് എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്യുന്നവർ അപ്പോൾ റബ്ബർ കൃഷിയെ പൂർണ്ണമായും തകർക്കാൻ നിൽക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരിൽ പെടുന്നവരായിരിക്കാം. അപ്പോൾ നമ്മുടെ റബ്ബർ കൃഷി വിജയകരമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇടകൃഷിയൊക്കെ ചെയ്തെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ വളരെയേറെ നഷ്ടത്തിലായിട്ടാണ് ഇപ്പോൾ കർഷകർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പാവപ്പെട്ടവരായ റബ്ബർ കർഷകരെ പല വിധത്തിൽ പല രീതിയിലാണ് മറ്റുള്ളവർ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് പെട്ടെന്ന് റബ്ബർ വില നോക്കാം. റബ്ബർ വില കോട്ടയം RSS4 1 കിലോയ്ക്ക് 217 രൂപ, RSS 5 1 കിലോയ്ക്ക് 212 രൂപ, ISN 20ക്ക് 185 രൂപ 1 കിലോയ്ക്ക്, ലാറ്റക്സ് 60% 152 രൂപ 15 പൈസ. ഇതാണ് കോട്ടയത്തെ വില. ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം. RSS4 1 കിലോയ്ക്ക് 217 രൂപ, RSS 5 1 കിലോയ്ക്ക് 212 രൂപ. ഇതാണ് കൊച്ചിയിലെ വില. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് ഇനം ഷീറ്റിൻ്റെ വില നോക്കാം. ലൂസ് 1 കിലോയ്ക്ക് 205 രൂപ, ലോട്ട് 1 കിലോയ്ക്ക് 188 രൂപ മുതൽ 193 രൂപ വരെയും. ഇനി നമുക്ക് ഒട്ടുപാലിൻ്റെ വില നോക്കാം. 80% DRC ഒട്ടുപാലിന് 1 കിലോയ്ക്ക് 136 രൂപ, 60% DRC ഒട്ടുപാലിന് 1 കിലോയ്ക്ക് 102 രൂപ. ഇനി നമുക്ക് കർണാടകയിലെ വില നോക്കാം. RSS 3ക്ക് 1 കിലോയ്ക്ക് 212 രൂപ 50 പൈസ, RSS 4 1 കിലോയ്ക്ക് 212 രൂപ, RSS 5 1 കിലോയ്ക്ക് 206 രൂപ, ലോട്ടിന് 1 കിലോയ്ക്ക് 188 രൂപ, ഒട്ടുപാൽ 130 രൂപ വരെ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം. ഫീൽഡ് ലാറ്റക്സ് 200 രൂപ, 25% DRC ഉള്ള 200 ലിറ്റർ ഉള്ള പാലിന് 10,000 രൂപ, 30% DRC ഉള്ളതിന് 12,000 രൂപ, 35% DRC ഉള്ളതിന് 14,000 രൂപ, 40% DRC ഉള്ളതിന് 16,000 രൂപ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം. വ്യാപാരി വില കോട്ടയം RSS4 1 കിലോയ്ക്ക് 209 രൂപ, RSS 5 1 കിലോയ്ക്ക് 204 രൂപ, ISS 1 കിലോയ്ക്ക് 182 രൂപ മുതൽ 182 രൂപ 50 പൈസ വരെയും. ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് 70% DRC ഒട്ടുപാലിന് 1 കിലോയ്ക്ക് 119 രൂപ മുതൽ 131 രൂപ വരെയും. ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വില. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം. തേങ്ങ 1 കിലോയ്ക്ക് 40 രൂപ മുതൽ 60 രൂപ വരെയും, കശുവണ്ടി 130 രൂപ, കച്ചോലം 500 രൂപ, കൊക്കോ 200 രൂപ, വെളിച്ചെണ്ണ തയ്യാർ 269 രൂപ, വെളിച്ചെണ്ണ മില്ലിംഗ് 274 രൂപ, കൊപ്ര എടുത്തപടി 151 രൂപ, അടയ്ക്ക പുതിയ തൊഴിലേക്ക് 390 രൂപ, അടയ്ക്ക പഴയ തൊഴിലേക്ക് 360 രൂപ, കാഞ്ഞിരക്കുരു 1850 രൂപ, കയർ നേരിയത് 3800 രൂപ, ജാതിക്ക തൊണ്ടൻ 280 രൂപ, ജാതിപത്രി ചുവപ്പ് 1700 രൂപ, ജാതിപത്രി ചുവപ്പ് സെക്കൻഡ് 500 രൂപ, ജാതിപത്രി മഞ്ഞ 1500 രൂപ, ജാതിപത്രി ഫ്ലവർ ചുവപ്പ് 2100 രൂപ മുതൽ 2200 രൂപ വരെയും, ജാതിപത്രി ഫ്ലവർ മഞ്ഞ 2000 രൂപ മുതൽ 2200 രൂപ വരെയും, ഗ്രാമ്പു 800 രൂപ, നാടൻ 925 രൂപ, ജാതിക്ക തൊണ്ടില്ലാതെ പുതിയത് 580 രൂപ മുതൽ 600 രൂപ വരെയും, ജാതിക്ക തൊണ്ടില്ലാതെ പഴയത് 300 രൂപ, സെക്കൻഡ് 200 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 38 രൂപ, റോട്ടറി 41 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 1 കിലോയ്ക്ക് 697 രൂപ, കുരുമുളക് പുതിയ 1 കിലോയ്ക്ക് 687 രൂപ, കുരുമുളക് ഗാർബിൾഡ് 1 കിലോയ്ക്ക് 717 രൂപ, ചുക്ക് ബെസ്റ്റ് 300 രൂപ, മഞ്ഞൾ സേല 155 രൂപ, വാഴക്കുളം പൈനാപ്പിൾ പച്ച സ്പെഷ്യൽ ഗ്രേഡ് 34 രൂപ, പച്ച 32 രൂപ, പഴം 40 രൂപ, കാപ്പിപ്പരിപ്പ് കിൻഡൽ 36,000 രൂപ, ഉണ്ടച്ചാക്ക് 54 കിലോ 10,800 രൂപ, കുരുമുളക് വയനാടൻ 690 രൂപ, ചേട്ടൻ 680 രൂപ, ഇഞ്ചിച്ചാക്ക് 60 കിലോ 2,200 രൂപ, ഏലം ഉണക്ക കിലോ 2,300 രൂപ മുതൽ 2,700 രൂപ വരെ, നെല്ല് കിൻഡൽ 2,500 രൂപ, നേന്ത്രക്കായ കിൻഡൽ 1,500 രൂപ. ഇതാണ് ഇന്നത്തെ വിലകൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.